LDF സർക്കാർ അഭിമാന പദ്ധതിയായി നടപ്പാക്കാൻ ശ്രമിച്ച സിൽവർ ലൈൻ റദ്ദാക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പോരാട്ട വിജയം കൂടിയാണ് UDF നേടുന്നത്. പദ്ധതി നടപ്പാക്കുന്നതിനെതിരെ UDF നടത്തിയ സമരം അന്നത്തെ സർക്കാർ അധികാരം ഉപയോഗിച്ച് എതിർത്തിരുന്നു. എന്നാൽ ഇന്ന് ജനാധിപത്യ വിജയത്തിലൂടെ തിരിച്ചടിക്കുകയാണ് UDF. വരാൻ പോകുന്ന കേരയിൽ വരും കേട്ടോ, അതിന് യാതൊരു സംശയമില്ല. ഇവിടെ വരിക തന്നെ ചെയ്യും. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ആത്മവിശ്വാസമായിരുന്നു ഈ കേട്ടത്. ആരെതിർത്താലും പദ്ധതി നടപ്പാക്കുമെന്ന് അദ്ദേഹം ആവർത്തിച്ചു. കേരയിൽ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയിൽ ഭൂമി നഷ്ടപ്പെടുന്നവരുടെ ചെറുത്തുനിൽപ്പ് അടിച്ചമർത്തപ്പെട്ടു. മന്ത്രിമാർ തന്നെ നേരിട്ടിറങ്ങി. അതിവേഗ പാതയുടെ നേട്ടം വിവരിക്കാൻ CPM സംസ്ഥാന സെക്രട്ടറി അപ്പക്കച്ചവടത്തിന്റെ ബിസിനസ് വരെ പറഞ്ഞു. അപ്പം ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട സംഘടനല്ലോ നമ്മുടെ കുടുംബശ്രീ. അവർക്ക് ഈ അപ്പവും കൊണ്ട് ഏടെ വേണമെങ്കിലും കൊണ്ടുപോയി വെക്കാം. അരമണിക്കൂർ 3/4 മണിക്കൂറിൻ്റെ യാത്രയേ ഉള്ളൂ. കൊട്ടയായിട്ട് കൊണ്ടുപോയിട്ട് നല്ല മാർക്കറ്റുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വിറ്റ് അപ്പോൾ തന്നെ കൊണ്ട് തിരിച്ചു വരിക. രാവിലെ വീട്ടിൽ നിന്ന് ചായയും കുടിച്ച് പോവുക. ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനാവുമ്പോഴേക്ക് സാധനവും വിറ്റ് നല്ല ലാഭവും നേടി അവർക്ക് തിരിച്ചു വരാൻ കഴിയും. അതാണ് കുടുംബശ്രീക്കുള്ള നേട്ടം. DPR അവതരിപ്പിച്ചിട്ടും കേന്ദ്രവുമായി ചേർന്ന് പദ്ധതി സമയബന്ധിതമായി അവതരിപ്പിക്കാനും ജനങ്ങളെ ബോധ്യപ്പെടുത്താനും LDF സർക്കാരിന് കഴിഞ്ഞില്ല. UDF സർക്കാർ പദ്ധതി റദ്ദാക്കുമ്പോൾ CPM സംസ്ഥാന സെക്രട്ടറിയുടെ മറുപടി ഇങ്ങനെ: സിൽവർ ലൈൻ മുമ്പ് തന്നെ ഒഴുക്കി വെച്ച് നിർത്തി പോയതാണല്ലോ. കാരണം അതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം കിട്ടിയില്ല. കേരളത്തിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അതിശക്തിയായിട്ട് അന്നും ശക്തിയായിട്ട് എതിർത്തു. ഒരു 25 വർഷം അപ്പുറത്തേക്ക് കണ്ട് പ്ലാൻ ചെയ്ത പ്രവർത്തനമാണ് വഴിക്ക് വെച്ച് തടസ്സപ്പെട്ട് നിന്നുപോയത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.